കർക്കിടക മാസത്തിൽ നമ്മുടെ ശരീരം പുഷ്ടിപ്പെടുത്തുന്നതിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും പേശീവേദനകൾ മാറാനും വാതരോഗങ്ങൾക്കും മറ്റും പണ്ട് മുതലേ നമ്മളിൽ പലരും ഒരു ഔഷധക്കഞ്ഞി കഴിക്കാറുണ്ട്. അത്തരത്തിൽ കർക്കിടക മാസത്തിൽ കഴിക്കേണ്ട ഒരു ഔഷധക്കഞ്ഞിയാണ്. അത് 2 രീതിയിൽ തയ്യാറാക്കുന്നതാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ആദ്യം ഞാൻ തയ്യാറാക്കുന്നത് ഈ ഔഷധക്കഞ്ഞിക്കൂട്ട് വെച്ചിട്ടുള്ള ഈ ഒരു കിറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ട ഈ ഔഷധക്കഞ്ഞിക്കുള്ള എല്ലാ സാധനങ്ങളും അടങ്ങിയിട്ടുണ്ട്. എല്ലാ പച്ചമരുന്നും പൊടിമരുന്നും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു കിറ്റാണിത്. ഇത് 190 രൂപയാണ് വില. എല്ലാ പലചരക്ക് ഷോപ്പുകളിലും സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇത് കിട്ടുന്നുണ്ട്. ഇപ്പോൾ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടും കാണില്ല. ഇത് ഔഷധക്കഞ്ഞിയുടെ കൂട്ടെന്ന് ഒരു കിറ്റ് എന്ന് പറഞ്ഞാൽ മതി, അവരെടുത്ത് തരും. അപ്പോൾ ഇത് വാങ്ങുകയാണെങ്കിൽ നമുക്ക് അതിലേക്കുള്ള ഒന്നും പറിക്കേണ്ടതോ ഒന്നും കളക്ട് ചെയ്യേണ്ട ഒരു ആവശ്യം വരില്ല. ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങേണ്ട ആവശ്യമൊന്നും വരില്ല. ഒക്കെ ഇതിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് ഉണ്ടാക്കുന്ന രീതിയിലും ഇത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈ രീതിയിൽ തയ്യാറാക്കാം, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് മെത്തേഡ് മാറ്റി ഉണ്ടാക്കാം. പിന്നെ വേറെ രീതി ചെയ്യുന്നുണ്ട് എന്നല്ല, അതിന് ഞാൻ വേണ്ടിയിട്ട് നവരരി ഞാൻ വേറെ സെപ്പറേറ്റ് ആയിട്ടും മേടിച്ചിട്ടുണ്ട്. കാര്യമായിട്ട് ഈ ഔഷധക്കഞ്ഞിയിൽ ഈ നവരരിയാണ് ഉള്ളത്. അപ്പോൾ ഈ കഞ്ഞിക്കൂട്ടിലും ഈ നവരരി ഉണ്ട്. 400 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ്. സാധാരണ ഇത് 7 ദിവസമാണ് ഈ ഔഷധക്കഞ്ഞിയുടെ ഒരു കോഴ്സ് എന്ന് പറയുന്നത്. 7 ദിവസം അടുപ്പിച്ചിട്ട് കുടിക്കലാണ്. ഒന്നുകിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുക, അല്ലെങ്കിൽ അത്താഴത്തിന് കഴിക്കുക, ഡിന്നറായിട്ട് കഴിക്കാം. അപ്പോൾ ആശാളി ഉലുവ ഒക്കെ 40 ഗ്രാം ഉണ്ട് ഈ ഒരു പാക്കറ്റിൽ. ഈ ഒരു കിറ്റിലുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. നവരരി 400 ഗ്രാമും ഈ ആശാളി ഉലുവ 40 ഗ്രാം, പിന്നെ അതുപോലെ തന്നെ പൊടിമരുന്ന് പച്ചമരുന്നിൻ്റെ ചൂർണം 30 ഗ്രാം വെച്ചിട്ടുണ്ട്. ഈ പൊടിമരുന്ന് വേറെ വാങ്ങാൻ കിട്ടും. അത് വേറെ വാങ്ങി വെച്ചാൽ നമുക്ക് വീട്ടിൽ തന്നെ ഇത് ചെയ്യാൻ പറ്റും. നവരരി വേറെ പുറത്തുനിന്ന് മേടിച്ചാൽ മതി. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു കിറ്റ് വാങ്ങണേ എളുപ്പമാണ്. 7 ദിവസത്തിനുള്ളത് ഉണ്ടാവും ഇതിൽ. അപ്പോൾ കിറ്റ് വെച്ചിട്ട് എങ്ങനെ ചെയ്യുന്നത് ഞാൻ കാണിക്കാം. 1 ലിറ്റർ വെള്ളം ഞാനൊരു കുക്കറിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് നമ്മുടെ ആ പച്ചമരുന്നിൻ്റെ ആ ചൂർണം ഉണ്ടല്ലോ, ആ പൊടി, അതൊരു ടേബിൾ സ്പൂൺ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഇതൊന്ന് തിളപ്പിക്കാം. വെള്ളം തിളച്ചതിന് ശേഷം ഒരു സിമ്മിലോട്ടാക്കിയിട്ട് ഒരു 5 മിനിറ്റ് ഇതൊന്ന് തിളക്കണം. ഈ പൊടി മരുന്നൊക്കെ ഈ പച്ചമരുന്നൊക്കെ ആ വെള്ളത്തിൽ നല്ലപോലെ അലിയണം. ഇനി നമുക്ക് ഈ ഒരു പാക്കറ്റ് ഉണ്ടല്ലോ, ഉലുവയും ആശാളിയും, 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ നമ്മൾ മൊത്തം 7 ഭാഗമാക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു ഭാഗം എടുത്താൽ മതി. അതുപോലെ തന്നെ ഞാൻ അതിൽ നിന്നൊരു 7 ഭാഗത്തു നിന്നൊരു ഭാഗം ഇതും കൂടി എടുത്തിട്ടുണ്ട്. ഒരു അരക്കപ്പോളം നവരരിയും എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഉലുവ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ എനിക്ക് കുറച്ച് അളവ് കുറവായിട്ട് തോന്നി. ഇനി നല്ലപോലെ ഒന്ന് കഴുകിയതിന് ശേഷം നമുക്കൊന്ന് ഒരു മുക്കാൽ മണിക്കൂർ 1 മണിക്കൂർ വരെ ഇതൊന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഈ സമയത്ത് 5 മിനിറ്റായി ഇത് തിളക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് തെളിയണം വെള്ളം. നമ്മുടെ അതിൻ്റെ ഇതൊക്കെ ഉണ്ടല്ലോ, പച്ചമരുന്നിൻ്റെ ആ മട്ടൊക്കെ ഉണ്ടല്ലോ, അത് അടിയിൽ നല്ല പോലെ അടിഞ്ഞു വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇത് നല്ല അത്യാവശ്യം തണുത്തിട്ടുണ്ട്. ഇതുണ്ടോ, നല്ല പോലെ വെള്ളമൊക്കെ നല്ല തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ തെളിവെള്ളം നമുക്കൊന്ന് ഊറ്റിയെടുക്കുക ഒരു പാത്രത്തിലോട്ട്. ഇനി ഇതിൻ്റെ അടിഭാഗത്തുണ്ടായിരുന്ന ഈ മട്ടൊക്കെ ഉണ്ടല്ലോ, ഇത് നമുക്ക് ഈ ചണ്ടി നമുക്ക് എടുത്ത് പുറത്തേക്ക് ഒഴിവാക്കാം. അത് നമുക്ക് ആവശ്യമില്ല. അതിന് ശേഷം ഈ കുക്കറൊന്ന് കഴുകിയതിന് ശേഷം നമ്മൾ ആ തെളിവെള്ളം ഉണ്ടല്ലോ, അത് ഈ കുക്കറിലോട്ട് തന്നെ ഒഴിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇനിയിപ്പോൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ കുതിർത്തി വെച്ച അതുണ്ടല്ലോ, നവരരിയും ഉലുവയും ആശാളിയൊക്കെ അത് എടുത്തിട്ട് നല്ലപോലെ ഒന്ന് വേവിക്കുക. ഒരു 4-5 വിസിൽ വെക്കണം. അതിന് ശേഷം ഇതുപോലെ നല്ലപോലെ വെന്ത് വരും. എത്ര വിസിൽ വെച്ചാലും നല്ലപോലെ വേവലാണ് നമ്മുടെ കണക്ക്. കഞ്ഞിയല്ല, വേവ് കൂടിയാലും പ്രശ്നമില്ല, കുറയാൻ പാടില്ല. ഇനി നമുക്ക് ആ പൊടിമരുന്നുണ്ടല്ലോ, അത് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇതൊരു ഏകദേശം ഒരു 7 ടേബിൾ സ്പൂണേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കണക്ക് നോക്കുക. അപ്പോൾ 7 ഒരു ഭാഗമാക്കിയിട്ട് എടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് വേണമെങ്കിൽ കുറവുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു പാകം ഉപ്പ് ഇതിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടുള്ളത് ചേർത്ത് കൊടുക്കുന്നത് മാത്രം. പിന്നെ കഴിക്കുന്ന സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഏത് പരുവത്തിലാണോ കഞ്ഞി വേണ്ടത് ആ ഒരു പരുവത്തിലുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ടൊന്ന് വറവിടണം. അതിന് വേണ്ടിയിട്ട് ഞാൻ അര ടീസ്പൂണ് ഗീ ഒരു പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചൂടാകുന്ന സമയത്ത് നമുക്ക് കുറച്ച് ചുവന്നുള്ളി ഇതുപോലെ മൂപ്പിച്ചെടുത്തിട്ട് വറവിട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതൊരു ഓപ്ഷണലാണ്. ഇതിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ടേസ്റ്റും കൂടി കൂടും കഞ്ഞിക്ക്.
പിന്നെ നല്ലതുമാണ്. നല്ല പ്യുവർ ഗീയിലൊക്കെ ഇതുപോലെ വറവിടുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ നെയ്യ് എടുക്കുമ്പോൾ നല്ല പ്യുവർ ഗീ തന്നെ, കഴിയുന്നത് വീട്ടിൽ ഉണ്ടാക്കിയ ഗീ തന്നെ എടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ കഞ്ഞിയുടെ ഒരു പരുവെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കിറ്റ് വാങ്ങുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കഞ്ഞി ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇത് നമ്മുടെ കുട്ടികൾക്ക് ചിലപ്പോൾ ഈ ടേസ്റ്റ് പറ്റില്ല. എന്നാലും കുഴപ്പമില്ല, ഇവിടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ. ഞാൻ അങ്ങനെ വെക്കാറുണ്ട്. ഈ ടേസ്റ്റ് പറ്റാത്തവർക്ക് ഞാൻ വേറെ രീതിയിൽ തയ്യാറാക്കുന്നുണ്ട്. അതെങ്ങനെ നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 1/2 ഗ്ലാസ് നമ്മുടെ ജീരകശാലയുടെ കൈമ റൈസ് ഉണ്ടല്ലോ, അതെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏത് റൈസ് ആയാലും കുഴപ്പമില്ല. അതുപോലെ തന്നെ 1/2 ഗ്ലാസ് നമ്മുടെ നവരരിയും എടുത്തിട്ടുണ്ട്. കാര്യമായിട്ട് ഇതിൽ വേണ്ടതെന്ന് വെച്ചാൽ നവരരിയാണ് ഇതിലേക്ക് വേണ്ടത്. അത് ഇതിൻ്റെ മസ്റ്റായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റാണ്. ഒരു ഓപ്ഷനില്ല. അപ്പോൾ അത് വാങ്ങിയാൽ മതി. പിന്നെ നമുക്ക് 1/4 കപ്പ് ഉലുവ, നവരരി 1/2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റേതൊക്കെ 1/4 ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഏത് പാത്രം വെച്ചിട്ടാണോ അളക്കുന്നത് അതിൻ്റെ 1/4 ഗ്ലാസ്. അതുപോലെ തന്നെ അതേ അളവിൽ ചെറുപയറും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് കഴുകിയതിന് ശേഷം നമുക്ക് അതേപോലെ തന്നെ ഒന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കാം. പെട്ടെന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് വെക്കുകയാണ് ഞാൻ. തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്താൽ നമുക്ക് ഇത് 1/2 മണിക്കൂർ കൊണ്ട് തന്നെ കുതിർന്ന് കിട്ടും. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ അത്താഴത്തിനാണ് കഴിക്കുന്നതെങ്കിൽ രാവിലെ കുതിർത്ത് വെച്ചാൽ മതി. അതല്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നൈറ്റിൽ കുതിരാനായിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഈ വെള്ളം നമ്മൾ ഒഴിവാക്കൂല കേട്ടോ. കുതിർത്ത് വെച്ച വെള്ളം നമ്മൾ ഒഴിവാക്കൂല. ആ വെള്ളത്തോടെ ഞാൻ കുക്കറിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകൂല. ഇത് കുതിരാനായിട്ട് വെക്കുന്ന സമയത്ത് നമ്മൾ നല്ലപോലെ കഴുകിയതിന് ശേഷം കുതിരാനായിട്ട് മാറ്റി വെക്കുക. ഇനി നമുക്കിത് വേവാനുള്ള ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കൂടുതൽ വെള്ളം വെക്കേണ്ട ആവശ്യമില്ല. അപ്പം വെന്ത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മൾ വിസിലടിക്കുന്ന സമയത്തൊക്കെ പുറത്തോട്ടൊക്കെ പോവും. അതിന് ഇത് വേവാനുള്ളൊരു ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇത് നന്നായിട്ട് വേവിക്കാം. ഞാനൊരു 3 വിസിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിൽ വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ 2 വിസിലും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പ്രഷറൊക്കെ പോയി തുറന്നതിന് ശേഷം ഇതുപോലെ ആയിട്ടുണ്ടായിരുന്നു. നല്ലപോലെ വെന്ത് വെള്ളമൊക്കെ വറ്റി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഞാനൊരു 3 അച്ച് ശർക്കര ഒരു 2 കപ്പ് വെള്ളത്തിൽ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒഴിച്ചു കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. പിന്നെ വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ശർക്കര. പിന്നെ അത് ചേർക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ലൊരു ടേസ്റ്റ് വരും. കുട്ടികളൊക്കെ നല്ലപോലെ കഴിക്കും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ മറ്റേതാവുമ്പോൾ കുട്ടികൾക്കൊരു കഴിക്കാനൊരു ചടപ്പ് വരും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെയെങ്കിലും നിങ്ങൾ കഞ്ഞി വെച്ചിട്ട് കുടിക്കണം. ഇനി നമുക്കിതിലോട്ട് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഒരു 5 മിനിറ്റായി ഇതുപോലെ തിളക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മുടെ ശർക്കരയുടെ ടേസ്റ്റ് ഉപ്പിൻ്റെ ടേസ്റ്റൊക്കെ ഇതിലോട്ട് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ പൊടിമരുന്നുണ്ടല്ലോ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇത് മാത്രമായിട്ട് വാങ്ങി വെച്ചാൽ മതി. പിന്നെ നവരരി കൂടി വാങ്ങിയാൽ മതി. ബാക്കിയൊക്കെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻ്റ് തന്നെയാണല്ലോ. അപ്പോൾ നമുക്കിതുപോലെ എപ്പോഴും ഉണ്ടാക്കി കൊടുക്കാം. ഈ കർക്കിടക മാസം കഴിയുന്നത് വരെ ദിവസവും വെച്ച് കുടിക്കുന്നത് നല്ലതാണ്. പിന്നെ ഈ ഒരു സമയത്ത് തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കേണ്ട ഒരു സമയമാണല്ലോ. നമുക്ക് COVID-19 സമൂഹവ്യാപനമായൊരു സമയമാണല്ലോ. ഈ സമയത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് അത്താഴത്തിനാണ് ഞാനിത് കഴിക്കുന്നത്, ഡിന്നറിന്. ഇനി നമുക്കിതിലോട്ട് വേണ്ട തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം തിളക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി, ചൂടായാൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കഞ്ഞിയുടെ ഈ ഒരു പരുവത്തിലാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് തണുക്കുമ്പോൾ ഒന്നും കൂടി തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ലൂസായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. തേങ്ങാപ്പാൽ 1-2 പാൽ പിഴിയേണ്ടതൊന്നും ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് നല്ലപോലെ തേങ്ങ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് അരച്ചതിന് ശേഷം ഒന്ന് അരച്ചെടുത്തിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്താൽ മതി. അപ്പോൾ നല്ല തിക്കുള്ള തേങ്ങാപ്പാൽ കിട്ടും. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതിലോട്ട് വേണമെങ്കിൽ നമുക്ക് വറവിട്ട് കൊടുക്കാം. ആദ്യം കാണിച്ച പോലെ തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് ഒന്ന് വറവിട്ടിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും, എല്ലാവർക്കും ഇഷ്ടമാവും. മറ്റേ മരുന്ന് കഞ്ഞിയുടെ ഒരു കുത്തലുണ്ടാവുമല്ലോ, അത് ഈ ഒരു കഞ്ഞിക്ക് ഉണ്ടായിട്ടില്ലായിരുന്നു. പക്ഷേ ആ കഞ്ഞിയും ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഈ 2 രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇതുവരേക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും എൻ്റെ നന്ദി.